മക്കളെ, ഉരുളൻകിഴങ്ങ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടാൻ വെച്ച് നോക്കിക്കോളൂ കേട്ടോ. നല്ല രുചിയാണ്. ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു കിടിലൻ കൂട്ടാനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ? ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവിട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പാകമായി വരുമ്പോൾ ഒരു ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് പാകമായി വരുമ്പോൾ 7 അല്ലി വെളുത്തുള്ളി പതുക്കെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചതച്ചിട്ടില്ല, ഒന്ന് പതുക്കെ ചതച്ചിട്ടുള്ളൂ കേട്ടോ മക്കളെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ മക്കളെ. സബോളയ്ക്ക് ഒന്ന് മൂത്ത് വരാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാൻ ഇതിൽ 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയ സ്പൂണില്ലേ, അതിലാണ് പൊടികളൊക്കെ എടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 സ്പൂണോളം മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 3 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉരുളക്കിഴങ്ങ് നീളം കൂട്ടിയോ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നാടൻ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് അരമുറി നാളികേരം ചിരകി പിഴിഞ്ഞ് പാല് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം. ചെറുതായി ഒന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. മൺചട്ടിയിലായതുകൊണ്ട് വാങ്ങി വെച്ചാലും തിളച്ച് വറ്റി വന്നോളും. അല്പം ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടാൻ മാത്രം മതി ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. കൂട്ടാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വയ്ക്കുന്ന ഉരുളൻകിഴങ്ങ് കൂട്ടാനാണ്. ഇനി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.